അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇത് കണ്ടാൽ തന്നെ അറിയാം, FC ആണല്ലോ. അപ്പോൾ FCയിൽ നമ്മളൊരു ഹെഡ് ഓണായിട്ട് കളിക്കാനൊരു ഇതുണ്ട്, കളിക്കാൻ പോകണേ ഗൈസ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ആരെ കൂട്ടണം സംശയം. ഇന്ത്യയിൽ കുറേ ഷാർട്സ് ഉണ്ടായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ, ഒരു ആരെയും ഒരാൾ കൂട്ടണ്ടേ, ഒരാൾ കൂട്ടാനുള്ളൂ. അതായത് ആൾ കൂട്ടാൻറ്റോ, ആൾ കൂട്ടല്ലേ 119 ആക്കുവാനെ. 119 കൊല്ലോ, എൻ്റെ പവറൊക്കെ അങ്ങ് കൂടി. ഈ നാളിലെ ടമ്മിൽ നമ്മുടെ സ്ട്രൈക്കർ വിഷയമാണ്. അത് ഹാളണ്ട്. അത് അന്നത്തെ ആ ഫെസ്റ്റിവൽ ഇവൻറ്റ് വന്ന് ഇതൊന്ന് രാവിലത്തെ രണ്ടാമത്തെ സ്പിന്ന്, എനിക്ക് അന്ന് മറ്റേ വെള്ളിയാഴ്ച എന്തോ അതിന് രണ്ടാമത്തെ സ്പിന്നിന് ഫാനടിച്ചു. ഇവരൊക്കെ ഉണ്ടല്ലേ, ഇവരൊക്കെ എന്തെങ്കിലും വിട്ടാലോ? ഈ മണ്ടന്മാർ വെച്ചിട്ട് ഒരു കാര്യമില്ല, നല്ല കാര്യമുണ്ട് പറയാലോ. ഈ മെസ്സി ഉണ്ട് നമുക്ക് ഓനവിടെ നോട്ടെ. മെസ്സിന് നമുക്ക് ആവശ്യം വരില്ല ഇപ്പോഴല്ല, ഈ ഇതുണ്ടാവുമല്ലോ. അതെന്ന് വെച്ചാൽ ഈ ആളിൻ്റെ പവറോ അല്ലെങ്കിൽ സ്റ്റാമിന കഴിഞ്ഞതിനെ പണി കിട്ടാൻ വേണ്ടി ഇപ്പോൾ എല്ലാം ഇറക്കേണ്ടി വരും. മെസ്സിനെ ഇറക്കി കളിക്കുക ഐസ്. അപ്പോൾ നമുക്ക് കളിയിൽ പോലെ ഐസ്, നമുക്ക് കൂടുതൽ ഇങ്ങനെ ലാഗാക്കില്ല. അപ്പോൾ നേരെ നമുക്ക് കളിയിലേക്ക് പോവാം. നമുക്കറിയാം കഴിഞ്ഞ ഇതിനോട് തന്നെ നമ്മൾ ഡിവിഷനൊക്കെ ലെജൻഡറി ഒക്കെ പോയിക്കാണ്ട് ഇപ്പോൾ വേൾഡ് ക്ലാസ് ആയിട്ടുണ്ട്. എല്ലാ ദിവസം നമുക്ക് കൂട്ടണം കേസ് ഒക്കെ കൂട്ടിക്കാണ്ട് ഒരു FC ചാമ്പ്യൻ അടിച്ചിട്ട് ഞാൻ ഇതിന് മുന്നേ അടിച്ചു കിട്ടാം. പക്ഷെ ഞാൻ അതിലടിച്ചില്ല, വേൾഡ് ക്ലാസ്സിൽ അടിച്ചില്ല. ഞാൻ VS അറ്റാക്കിലാണ് കഴിഞ്ഞ ദിവസം അടിച്ചത്. എത്ര പണിയുണ്ട് പറഞ്ഞായിരുന്നില്ലേ. VS അറ്റാക്ക് നല്ല പാടാണ്. ഈ ഇപ്പോൾ ആ ലാസ്റ്റ് ലെജൻഡറി വന്നെത്തൂലേ, എന്നിട്ടല്ലേ FC ചാമ്പ്യനുണ്ട്. ആ സമയത്ത് അതിൽ മൂന്നാമത്തെ സ്റ്റാർ 2 സ്റ്റാറൊക്കെ കിട്ടും. അപ്പോൾ ഒരു കളിയും കൂടുതൽ ഒരു ഇതുണ്ട്, ഹോപ്പുണ്ടോ നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസം ഉണ്ടാവും. പക്ഷേ വിശ്വാസം കൈക്കൊന്ന് പോകും. നല്ല മൂഞ്ചിച്ചല്ലോ ആ സമയത്തൊക്കെ. എൻ്റെ പുറത്ത് ഫുള്ള് 115 മെർസല വരെ ഉള്ളൊരു ടീമാണ് എൻ്റെ അടുത്തൊക്കെ. ആ സമയത്തൊക്കെ നല്ല പവർ തന്നെ പോലെ ടീമാണ്. അപ്പോൾ കളി ശ്രദ്ധിക്കുക. അഹമ്മദ് പറഞ്ഞിട്ടാ അങ്ങനെ എന്തോ ടീം ഏതായാലും നോക്കിയില്ല, ഞാൻ പേര് പെട്ടെന്ന് ശ്രദ്ധിച്ചേ. ഹലോ എന്താ? ഓക്കെ വന്നിട്ടുണ്ട് ഏസ്. അപ്പോൾ നമ്മളുടെ ഇവൻ അത്യാവശ്യം സീനാണ്. ഇവൻ്റെ ബാക്ക് മാത്രം ഒന്ന് നമ്മളിൽ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളൊക്കെ ഇവൻ്റെ നോക്കുക. പക്ഷെ എൻ്റെ പൊന്നെ ഇത് സീൻ കളിയാവില്ല. ചിലപ്പോൾ നമ്മൾ പൊട്ടാൻ വരെ ചാൻസ് ഉണ്ട്. നമ്മൾ ഇതിനാണ്ട് ചെറിയ ടീമിനോട് പൊട്ടിയിട്ടുണ്ട്. അറിയെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തീരെ കളിയില്ല. നമ്മൾ വലിയ അക്കൗണ്ട് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഒരു ടീം നോക്കട്ടെ. പക്ഷേ എൻ്റെ പൊന്നെ അവൻ്റെ ഗോൾ കീപ്പറെ കൊണ്ടാണ് ഓനാ കുറഞ്ഞത്. ബാക്കിയുള്ളൊക്കെ ഓൻ്റെ തീ കത്തിച്ച സാധനങ്ങളാണ്. ഷോനെ അപ്പോൾ എനിക്കൊന്ന് പോയി കഴിഞ്ഞാൽ വീഡിയോ മുഞ്ചു. ഹലോ റബ്ബറിയാ ഏടാ റബ്ബറിയൊക്കെ ഉണ്ട്. ഡൂ കയറി പണിപ്പാളി. ആ ഫസ്റ്റ് കേള് ഇല്ല. ഓ എന്തായി? ഓഫ് സൈഡ് കയറിണ്ടോ? കഴിച്ചായി വെട്ടത് കയറിണ്ടാ. ഇപ്പം മൂഞ്ചിനേക്കത് ഫോളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാ ലോകന്മാർ നല്ലൊരു ടീമാണ്. എൻ്റെ കളിയൊക്കെ പോയിക്കുന്നു. ഞാൻ 2-3 ഫ്രീ ഫയറിൽ കിടന്നുകൊണ്ട് അവിടെ ഇത് കുത്തി മറിച്ചുകൊണ്ട് കണ്ട മണ്ടന്മാരെ കളി കളിച്ചെന്നാണ്. എന്താ എനിക്ക് പറ്റിയെന്നറിയാടാ. എൻ്റെ ഫൗളിങ്ങൊക്കെ ഇടേ. പക്ഷേ എൻ്റെ ഫൗളിങ്ങൊക്കെ വന്നതിനുണ്ടല്ലോ, ഞാൻ പിടിച്ചൊരു പെയറാവും. അതായത് സ്വിച്ച് വർക്കാവുന്നില്ല കേട്ടാ, സത്യം പറയട്ടെ. നേരത്തെ ഞാൻ പാസ് 2-3 പ്രാവശ്യം നിൽക്കി, എന്നിട്ട് വർക്കായിട്ടില്ല. അപ്പോൾ രണ്ടാമത് ഗോളായിട്ടുണ്ട്. അപ്പോൾ ഈ പോക്ക് പോവാണേ കളി പൗസെങ്കിൽ ചെയ്യും, ഞാൻ അപ്പം ചാവും ചെയ്യും. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇത് മോയ കളിയാണ് കിട്ടുക. ഒരു ഗോളടിച്ചാൽ നമ്മൾ ചാവില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. ഒരു ഗോളടിച്ചാൽ അത്രയാണുണ്ടല്ലോ, അതിൻ്റെ ഒരു നാണക്കരവും അത്രക്കൊന്നുമില്ല. ഇത് മുഴുവൻ കള്ളക്കളിയാണേ. നെറ്റ് പോകണ്ടേ, അതാണ് പ്രശ്നം തോന്നണ്ടേ. ഞാൻ മേലേക്ക് നോക്കിയപ്പോൾ അതാണ് കണ്ടത്. വേണ്ടായിക്കോ
ഗൈസ് ഇത് കളി തോറ്റേ നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പത്തുള്ള ടീമിനെ കണ്ടിട്ട് എനിക്ക് പേടിയാവുക. ഇത് ഏതോ ടറർ ടീമാണേ. അവന്മാരുടെ കീഴിൽ കളിച്ചാൽ വന്നിട്ടുണ്ടേ. ഒന്നാര അഭിപ്രായം മിക്കവാറും എൻ്റെ തല പോകുമ്പോമായിരിക്കണം. ശരി, എന്തിൻ്റെ കേടെന്ത് അടിച്ചാൽ മതിനെ. അടിച്ചാനൊരു പേടി തന്നെയാണേ. ഇവന്മാർ ഇവരുടെ കീപ്പർ കുറച്ചും കൂടി ചാൻസ് ആണ്. അത് ഒരു ഹോപ്പുണ്ട്. കാരണം വെച്ചാൽ ഈ കീപ്പർ 110 പക്ഷെ നല്ലൊരു കീപ്പറാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. നമുക്ക് പിന്നെ കാര്യം മനസ്സിലാവും. പിന്നെ മറ്റേ ബുഫന പോലൊക്കെ അങ്ങനത്തെ ഞാൻ വിചാരിച്ച് പോയിന്ന് 2 ഹാഫിൻ്റെ മുന്നേ. ഞാൻ ഹാഫിൻ്റെ മുന്നേട്ടല്ലേ അതാവുമല്ലോ. ഈ കളി പോകും. ഈ കളി ഇവൻ്റെ അണ്ണാക്ക് കിട്ടുകൊടുക്കല്ലേ. എൻ്റെ നിൽക്കല്ല ഭാഗ്യം കിട്ടാ. അല്ലേ ഇപ്പോൾ ഗോളടിച്ച് ഒരു പറയണ്ട. ഓക്കെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. ഹാഫ് ടൈമിൻ്റെ മുന്നേ 2 കിട്ടും. ഹാഫ് ടൈമിന് ശേഷം കണ്ട് പോവല്ല പോലെ റിവഞ്ച് എടുക്കാൻ നോക്കട്ടെ. ഇത് ഇന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബമ്മാരിത് നല്ല വീശുന്നുണ്ട്. നെറ്റിനും ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഒരുമാതിരി മറ്റേറെ പരിപാടി കണ്ടിട്ടത്. എൻ്റെ അങ്കരമേശ് കളിയൊന്നു മോനെ. ഇനി സീനാവും. നോയിക്കോ. റെഡിയല്ല. അതൊരു ബോൾ കിട്ടിക്കാനാ പിന്നെ സീനാവും. എൻ്റെ പൊന്നേ പോലെ. ഓക്കെ അങ്കരമേശ് ഗോൾ. എൻ്റെ പൊന്നു അത് നല്ലൊരു വരവ്. ഇനി അത് നല്ലൊരു ഗോളായും ചെയ്തു. എൻ്റെ പൊന്നെ അത് ഹാളണ്ട്. നമ്മളിപ്പോഴത്തേന് കൂട്ടിയ 119 ആക്കിയ ഹാളിനെ കൊണ്ട് തന്നെ ഗോളിട്ട്. അതിങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പാസിങ്. ഹാളിൻ്റെ കറക്റ്റ് ഹെഡ്. എൻ്റെ പൊന്നു. നമുക്ക് റിവഞ്ച് എടുക്കാൻ നോക്കാം. ഒരു ഗോളില്ലേ ഇട്ടടാ. ഞാൻ പറ്റിയാണ് ഇട്ടെൻ്റെ കൈസ്. എല്ലാവരും നടക്കൊരു ബൊമ്മാർ അത്ര സീനാണ്. ഇവന് മനസ്സിലാക്കണം കേട്ടാ. ഇനി ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഇവൻ പന്നി വിടുന്ന് മനസ്സിലാക്കണം. കാരണം ഞാൻ അങ്ങനെ ഒന്നും കളിച്ചില്ല. ഞാൻ എത്രയൊക്കെ പൊട്ടവരെ കളിച്ചില്ല. നല്ല കളി കളിച്ചു കണ്ടോ. കയറി വരണൊക്കെ മിക്കവാറും ഞാൻ ഇവിടെ പണി ഇപ്പം സീനാണ്. അതെല്ലോണ്ട് ഇങ്ങനെ നിൽക്കണ ഞാൻ കേട്ടാ. ഒറ്റം പറയല്ലോ ഇങ്ങനെ നിൽക്കേണ്ട ആളൊന്നുമല്ല ഞാൻ. ഇപ്പോഴേ മൂഞ്ചൻ്റെ ആളാണ്. മോട്ടോസാണ് പിടിച്ചിട്ടുണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിട്ടുണ്ടത്. അല്ലേ മൂഞ്ചൻ്റെ സമയം കഴിഞ്ഞിങ്ങനെ അവിടെ നിൽക്കാം. ഫോൾ ചെയ്ത് വെക്കുന്നത്. ഇവന്മാർ ബുള്ളറ്റ് ഷോട്ടടാ. വരുന്നൊക്കെ ബോൾ പേടിയാവുക കണ്ടിട്ട്. അടിച്ചത് അങ്ങനെ വയ്ക്കുവാ. ഞാനങ്ങ് വേജാറാണ്. ഇവന്മാരെ തന്നെ ഇവിടെ തന്നെ കുടുങ്ങുന്നുണ്ട്. ഒരു തേങ്ങ. നമുക്ക് ലോങ് പാസ് കൊടുക്കട്ടോ. ലോങ് പാസ് കൊടുക്കാം. തറക്കടാ. അപ്പോൾ ഈ കളി പോകും. പക്ഷെ 2 ഗോളെങ്കിലും ഇടാൻ നോക്കട്ടെ. നമുക്ക് ഉറപ്പില്ല. ഒരു ഹോപ്പില്ലാത്തൊരു കളിയായി പോയി. ഉണ്ട് കേസ്. അപ്പോൾ കളി മൂഞ്ചിട്ടാ. അവന്മാരെ ടീമാണ് പ്രശ്നം. അവന്മാരെ കളിയൊക്കെ എൻ്റെ പൊന്നേ അടുത്ത് കൊടുക്കാം. കളി വാരി തരുന്നുണ്ടല്ലോ. കളി കിട്ടി. അപ്പോൾ ഇവിടെ എത്ര ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്യുക. പിന്നെ പണ്ട് കാര്യമില്ല. ഇപ്പന്മാർ എന്ത് വലിയ സീനാണ്. ടീമായിട്ട് വന്ന് ഞാൻ ചെയ്യാൻ കള്ളക്കളിയല്ല. അത് ഇവന്മാർ ഇങ്ങനെ ടീമിനെ എനിക്കറിയാം. ഞാൻ ഒരു പാവം പ്ലെയറാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടീമൊന്നും തരാൻ പാടില്ല. ഇതിന് മറ്റേ ഇത് ഗരീനാണ്. ഗരീന എന്ന് പറയുന്നത്. ഇത് ഗരീനും അല്ലല്ലോ. AFC ഇങ്ങനെ തരരുത്. ഇതൊരു അറബിയാണ് അഹമ്മദ്. അത് എനിക്കുള്ള പണിയായിപ്പോയി. അപ്പോൾ അടുത്ത വീട് നമുക്ക് കാണാം. അപ്പോൾ മറക്കാത്ത എല്ലാവരും ലൈക്ക് ഷെയർ സബ് ചെയ്യുക. ഇവിടെ പെട്ടെന്ന് നിൽക്കുക. അപ്പോൾ അടുത്ത വീട് കാണാം.